നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സമാധാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന, ഉറക്കം പോലും ഇല്ലാത്ത ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്ന് വളരെയധികം സമാധാനം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ ആ ഒരു അകന്നു പോകൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ചില സന്തോഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാവാം. അതല്ലെങ്കിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാവാം. അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാവാം. അപ്പോൾ ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക, കാത്തിരിക്കുക. അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു വിജയം ഉറപ്പായിട്ടും വന്നെത്തുന്നതാണ്. നിങ്ങളുടെ വഴിയിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രപഞ്ചം തയ്യാറാവുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി, ഉയർച്ച ഇവയൊക്കെ വന്നെത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും ക്ഷമ വളരെ കുറവുള്ള ആളുകളായിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നതിന് പകരം പ്രവർത്തിക്കാനായിരിക്കാം, ആ ഒരു കാര്യം നടപ്പിലാക്കാനായിരിക്കാം നിങ്ങളിൽ പലരും ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രവണത പലപ്പോഴും നിങ്ങൾക്ക് പരാജയം കൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. അങ്ങനെ നന്നായി ചിന്തിച്ച് ക്ഷമയോടെ ആ ഒരു കാര്യത്തെ സമീപിച്ചാൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വളരെ വലിയൊരു വിജയം കാത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അത് നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അത്തരം ചിന്തകളെ മറികടന്ന്, ഭയത്തെ മറികടന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുക. കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടെ പലരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും പല കാര്യങ്ങളിലും നിങ്ങളോട് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, അതിനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ മറികടക്കാൻ സാധിക്കും എന്ന്. അതായത് നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടെ നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. അവരുടെ ചിന്താഗതിയിൽ പ്രപഞ്ചം മാറ്റങ്ങൾ കൊണ്ട് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ നിങ്ങൾ മനസ്സ് കാട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദാനധർമ്മങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങളിൽ പലരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം, അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും സാമ്പത്തികം എത്തിച്ചേരുന്നതിനുള്ള ചില മാർഗങ്ങൾ തുറക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ വസ്തു വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ആർക്കൊക്കെയോ വസ്തു വിൽപ്പന സാധ്യമാവുന്ന അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്ന് ചേർന്നിട്ടില്ലാത്ത ഒരു ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന ആ ഒരു മേഖല, അത് എന്തു തന്നെയായാലും അവിടെ നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും ഒക്കെ കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിലിടങ്ങളിൽ പല വ്യക്തികൾ മൂലവും പല സാഹചര്യങ്ങൾ മൂലവും പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും നേരിടുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരം ആളുകളും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന, നിങ്ങളെ പ്രശംസിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതേപോലെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സമൃദ്ധിയും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്ന വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവ്, പരിശ്രമം, തൻ്റെടം ഇവയൊക്കെ കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർന്ന നിലയിലേക്ക് പലരും എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.